മനുഷ്യൻ എത്ര സമ്പന്നനായാലും ഒരു നിമിഷം മതി അവൻ്റെ സമ്പന്നതയെല്ലാം ചോദ്യം ചെയ്യപ്പെടാൻ. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ കൈനീട്ടും, ഒരപ്പകഷ്ണത്തിന് വേണ്ടി അവൻ കൈനീട്ടേണ്ടതായ ഗതികേടുകൾ അവനുണ്ടായേക്കാം. അങ്ങനെ കൈനീട്ടിയ അനേക ജീവിതങ്ങളെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ മഹാനഷ്ടത്തിലും കടത്തിലും കയറി ദരിദ്രരെ പോലെ ഭിക്ഷയാചിക്കേണ്ട ഗതികേടിലേക്ക് മാറി. അവരെല്ലാം സമ്പത്തിൽ ആശ്രയിച്ചവരാണ്, അവരുടെ ബലത്തിൽ ആശ്രയിച്ചവരാണ്. അവർ ഒരിക്കൽ വിചാരിച്ചു ആ ബലവും സമ്പത്തുമൊന്നും ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുകയില്ല, എക്കാലവും നിൽക്കുമെന്ന്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ളതായ ചില ബുദ്ധിയുപദേശങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രാത്മകമായ രീതിയിൽ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ആ ചരിത്രം വായിക്കുന്നതിന് വേണ്ടിയല്ല. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊള്ളുവാനാണ്, പഠിക്കുവാനാണ്, ഓർമ്മിക്കുവാനാണ്. നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ ബലം കൊണ്ടും നമ്മുടെ മഹാത്മ്യം കൊണ്ടും നമ്മുടെ ധീരത കൊണ്ടും നമ്മുടെ പണം കൊണ്ടും ഒന്നും വലിയ കാര്യമില്ല. നമ്മൾ സാധാരണക്കാരെ പോലെ യാചിക്കേണ്ട അവസ്ഥകൾ വന്നേക്കും. അടുത്തിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുവാനുള്ളതായ ബലം നമ്മളിലില്ലാതെ നമ്മൾ കണ്ണുനീരൊഴുക്കേണ്ടി വന്നേക്കാം. ഒരു തുള്ളി വെള്ളം നമുക്ക് കുടിക്കുവാൻ കഴിവില്ലാതെ നമ്മൾ വീർപ്പ് മുട്ടിയേക്കാം. ദൈവത്തോട് ശിംശോൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ നിമിഷത്തിൽ നീ എന്നെ ബലവാനാക്കി, ഇപ്പോൾ ഇതാ ദാഹം കൊണ്ട് നീ എന്നെ വലയ്ക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം കാണിച്ചു കൊടുത്തതായ ആ ഉറവ അവൻ കുടിച്ചപ്പോൾ അവനിൽ ചൈതന്യമുണ്ടായി, അവനിൽ ജീവൻ തിരികെ വന്നു. അവൻ ആ സ്ഥലത്തിനൊരു പേരിട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ മഹത്വത്തെ നമ്മൾ പ്രാപിച്ചാലും നമ്മൾ ഏതുമില്ല എന്നുള്ളതായ ഒരു ഉണർവ്, ആ ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുവാനുള്ളതായ ഒരു വലിയൊരു ഭയം നമുക്കുണ്ടാകും. മനുഷ്യനിൽ ജീവഭയം ഉണ്ടാകും. അവൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് അവൻ മനസ്സിലാക്കും. അവൻ്റെ കഴിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും സമ്പത്ത് കൊണ്ടും യാതൊരു ഫലമില്ല എന്ന് അവൻ ഉൾക്കൊള്ളും. ദൈവം തരുന്നതായ വെള്ളം കുടിക്കുമ്പോൾ അതിൽ സാധാരണ ദാഹത്തിന് ഉതകുന്ന വെള്ളം മാത്രമല്ല. നോക്കൂ, ശിംശോന് ദൈവം കാണിച്ചു കൊടുത്തതായ ഉറവ പെട്ടെന്നൊരു കുഴി, അവിടെ ധാരാളം കുഴികൾ ഉണ്ടായിരിക്കാം. ആ കുഴിയിലൊക്കെ വെള്ളമുണ്ട്, പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് ആ വെള്ളത്തെ കാണാൻ കഴിയുകയില്ല. അവിടെ നിന്നും പുറപ്പെട്ടതായ ഉറവ അത് ജയത്തിൻ്റെ ഉറവയല്ല, അത് ധനികന്റെ ഉറവയല്ല, അത് ശക്തിമാന്റെ ഉറവയല്ല, അത് യാദൃച്ഛികമായ അല്ലെങ്കിൽ അവിടെ പ്രകൃതിദത്തമായുള്ളതായ ഉറവയുമല്ല. ദൈവം സൃഷ്ടിച്ച ഉറവയാണ്. ദൈവം സൃഷ്ടിക്കുന്നതായ ഉറവയിൽ നിന്ന് നാം കുടിക്കുമ്പോൾ അതിൽ ചൈതന്യമുണ്ട്, ജീവനുണ്ട്. അതാണ് കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ആലയത്തിന് മുൻപിൽ അല്ലെങ്കിൽ ദേവാലയത്തിന് മുൻപിൽ നിന്നുകൊണ്ട് കർത്താവ് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ കടന്നു വന്ന് ഈ ജലം കുടിപ്പീൻ. നിങ്ങൾ ദാഹമടയുന്നവരായി സൗജന്യമായി കുടിച്ച് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവർക്കും കുടിപ്പാൻ ഇതിതാ കർത്താവ് നൽകുന്ന ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചയിലേക്കാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ നയിക്കുന്നത്. അവിടേക്ക് നാം നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശനമുണ്ടാകും. നമുക്കിനിയും ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്നുള്ളതായ ഒരു വെളിപ്പാടുണ്ടാകും. ഏലിയാവ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, മതി, എനിക്കിനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം അവനോട് പറഞ്ഞതോ, ഇല്ല, നിനക്ക് മരിക്കുവാനുള്ള സമയമല്ല, ഇനിയും നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്, നിന്നെ കൊണ്ട് ധാരാളം പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. ശിംശോൻ ഒരിക്കൽ ചിലപ്പോൾ ദാഹം കൊണ്ട് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കാണും. അവന് ചിലപ്പോൾ സംശയിച്ചു, ഈ ദാഹത്തിൽ ഞാൻ മരിക്കേണ്ടി വന്നാലോ? എന്നാൽ ദൈവം തുറന്നതായ ഉറവ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കൊട്ടാരത്തിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ ശിംശോനോട് വീട്ടിൽ ചെല്ലുക, അവിടെ ഞാൻ നിന്നെ പോഷിപ്പിക്കും, ഞാൻ നിന്റെ ദാഹത്തെ അടക്കുവാൻ തക്കവണ്ണം ഒരു വെള്ളം ഞാൻ അവിടെ നിനക്ക് വേണ്ടി ഒരുക്കുമെന്നല്ല പറഞ്ഞത്. ശത്രുപാളയത്തിൽ തന്നെ ദൈവം എവിടെ നീ പോരാടിയോ, എവിടെ നീ ജയം ഉത്സവം നീ ദൈവത്തിന് വേണ്ടി കാഴ്ചവെച്ചുവോ, അതേ പാളയത്തിൽ ദൈവം അത്ഭുതകരമായ ഉറവുകളെ തുറക്കുന്നു. നിന്റെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് ദൈവം തുറക്കുന്നതായ ഉറവയെ കുടിച്ച് ബലമുള്ളവനാകുവാൻ തക്കവണ്ണം ദൈവം നിന്നെ ശക്തീകരിക്കുന്നു. അതാണ് നാം ക്രിസ്തുവിൽ കൂടെ അനുഭവിക്കുന്നതായ സൗഭാഗ്യം. ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവം നമുക്ക് ദാഹിക്കുമ്പോൾ
സാധാരണ മനുഷ്യരെ പോലെയല്ല. നമുക്ക് ചൈതന്യം വരുവാൻ, ജീവൻ തിരിച്ചു വരുവാൻ, നമ്മളെ ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷകളുടെ അന്ത്യം വരെയും നാം ബലത്തോടെ നടക്കുവാൻ അത് നമ്മെ ശക്തീകരിക്കുന്ന, നമ്മുടെ കൈകാലുകളെ ശക്തിപ്പെടുത്തുന്നതായ, നമ്മുടെ മനസ്സിനെ സ്ഥിരമാക്കുന്നതായ, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായ, നമ്മുടെ പ്രത്യാശയെ ഉറപ്പാക്കുന്നതായ ഈ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അത് വലിയ ജീവന്റെ ഉറവയായി മാറുന്നു. അത് വലിയ ഒരു ഉത്തേജനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചൈതന്യം കൊണ്ടുവരുന്നു, നമ്മളിൽ ഒരു പ്രകാശനം കൊണ്ടുവരുന്നു. നാം ജീവനുള്ള ദേഹിയായി അതാ നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കപ്പെട്ട് ഈ ജീവജലത്തിന്റെ നദിയെ കണ്ടെത്തിയ ആ മനുഷ്യന്റെ സന്തോഷം നമ്മുടെ മുഖത്ത് നമ്മൾ പ്രത്യക്ഷപ്പെടും, നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. നാം പോകുന്നിടത്തൊക്കെ അത് നമുക്ക് സാക്ഷ്യമാകും. അത് മാത്രമല്ല, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ. ദൈവം എന്നെ ഇങ്ങനെ പോഷിപ്പിച്ചു, എന്നെ ഇങ്ങനെ നടത്തി, എന്നെ ജയം കൊള്ളുമാറാക്കി, എന്നെ നടത്തുമാറാക്കി, എന്റെ ദാഹത്തെ തീർത്തു, അത്ഭുതകരമായ ഒരു കിണർ എനിക്ക് വേണ്ടി തുറന്നു എന്ന് വരും കാലത്ത് ജനങ്ങൾ അറിയേണ്ടതിന്, വരും തലമുറ അറിയേണ്ടതിന് അവനൊരു പുതിയ പേര് അതിന് കൊടുത്തു, എൻഹക്കോരേ. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് വരെയും അവിടെ നിലനിൽക്കുന്നു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം അനുഭവിക്കുന്നതായ സത്യങ്ങൾ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ അനുഗ്രഹങ്ങൾ തൽക്കാലത്തേക്കുള്ളതല്ല, വരും തലമുറയ്ക്കും വേണ്ടി അത് ഉൾക്കൊള്ളുവാൻ, കാണുവാൻ, അനുഭവിപ്പാൻ തക്കണം. അതൊരു സാക്ഷ്യമായി നമ്മുടെ മുൻപിൽ അവശേഷിക്കപ്പെടുന്നു. ദൈവം കാണിച്ചു തരുന്നതായ വഴികൾ, ദൈവം നടത്തുന്നതായ വഴികൾ ചിലപ്പോൾ ദാരിദ്ര്യത്തിന്റെ വഴിയാകാം, ദാഹത്തിന്റെ വഴിയാകാം, ക്ഷീണത്തിന്റെ വഴിയാകാം, പരാജയത്തിന്റെ വക്കിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് നമ്മൾ സംശയിച്ചേക്കാം. ഇല്ല, ഈ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെങ്കിൽ ദൈവം നിനക്ക് തന്ന ജയത്തെക്കുറിച്ചൊരു പ്രശംസ ദൈവത്തിന് തിരികെ കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്ക് തിരിച്ചു തരുവാനൊന്നുണ്ട്. ജീവജലത്തിന്റെ വഴികൾ, ജീവജലത്തിന്റെ ഉറവ, അത് കുടിച്ച് ചൈതന്യം പ്രാപിക്കുവാൻ, അനേകർക്ക് സാക്ഷ്യമുള്ളവരാകുവാൻ നിനക്കും നിന്റെ തലമുറകൾക്കും ദൈവം സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.